സോ കഴിഞ്ഞ ദിവസം ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പം റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു ടെൻഡൻസി അനുസരിച്ച് അവിടെ മുതൽ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങ് ഡിസ്കസ് ചെയ്ത് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കൺക്ലൂഷൻ സെക്ഷനിൽ ഫൈനൽ റൗണ്ടിൽ നമ്മൾ കണ്ടതാണ്, ഡിസ്കസ് ചെയ്ത് നമ്മൾ പോകുന്നതാണ് അല്ലെ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്തിരിക്കുന്നതുമാണ്. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറും ലിക്വിഡിറ്റി ട്രാപ്പും ന്യൂട്രാലിറ്റിയും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ അസറ്റ് ഹോൾഡിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ ചോദിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. സോ അപ്പം ഈ മൾട്ടിപ്ലയർ വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നോണം. മൾട്ടിപ്ലയറിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് കെയ്ൻസ് ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ വളരെ എവിഡന്റ്ലി പറഞ്ഞിട്ടുണ്ട് ഏതാണ്, എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ആണ്. എംപ്ലോയ്മെന്റ്, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റിനിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഇത് കഴിഞ്ഞ് വരുന്ന പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അവർ മൾട്ടിപ്ലയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കൂടെ തന്നെ ലിക്വിഡിറ്റി ട്രാപ്പും ഉണ്ട്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരേപോലെ മൾട്ടിപ്ലയറിനും ലിക്വിഡിറ്റി ട്രാപ്പിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നമ്മൾ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. അപ്പൊ ഓപ്ഷൻസിൽ ഉറപ്പായിട്ടും RF കെയ്ൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ കെയ്ൻസിനെ നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പിലേക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉള്ള പോസിബിലിറ്റി ഇല്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ RF നമുക്ക് പോകാൻ പറ്റും. എന്നാൽ ചില ക്വസ്റ്റ്യൻസിൽ എന്താണ്, മൾട്ടിപ്ലയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതേപോലെ തന്നെ ലിക്വിഡിറ്റി ട്രാപ്പും ഉണ്ട്. ഓക്കെ. ഇങ്ങനത്തെ ഒരു ഗിവൻ സിനോറിയോ വരുമ്പോൾ, അതായത് ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടെ, എന്താണ് നിങ്ങളുടെ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവിടെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്, ഒരേപോലെ ചില മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ മൾട്ടിപ്ലയറും വന്നിട്ടുണ്ട്, ലിക്വിഡിറ്റി ട്രാപ്പും വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് കെയ്ൻസും കാണാൻ സാധിക്കും, അതേപോലെ തന്നെ RF കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ക്ലിയർ ആണ് ഓപ്ഷൻ. കാരണം എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ആകുമ്പോൾ ഗാനാണ് നമുക്ക് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ടുള്ളതാണ്. എന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അവിടെ എന്താണ്, എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ഇല്ല, മൾട്ടിപ്ലയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്തുകൊണ്ട്, ലിക്വിഡിറ്റി ട്രാപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു ഗിവൺ സിറ്റുവേഷൻ വരുമ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പാണ് കുറച്ചുകൂടെ നമുക്ക് കെയ്ൻസുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്കവിടെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിറ്റി കുറച്ചുകൂടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. സോ അപ്പം എവിടെയൊക്കെയാണ് നമുക്ക് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട്സ് വരാൻ പോസിബിലിറ്റീസ് ഉള്ളത്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വരണം, ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ചെയ്തു വരാമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കോൺസെപ്റ്റ് അല്ലെ, ഈ കോൺസെപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്താണ്, ഓക്കെ. അതായത് ഒരു എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേനും ആ ഇൻവെസ്റ്റ്മെന്റ് റിസൾട്ട് ആയിട്ട് എത്രത്തോളം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതാണ് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴത്തേനും ആ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷണൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നതാണ് ഇത് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനേക്കാളും വളരെയധികം കൂടുതലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻവെസ്റ്റ്മെന്റ് വോളിയം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് മൾട്ടിപ്ലയർ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പം കെയ്ൻസ് പറഞ്ഞു വെച്ച ബേസിക് കോൺസെപ്റ്റ്സ്, ഓക്കെ, അതിനെ എംപ്ലോയ്മെന്റിലേക്ക് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യുകയാണെന്നുള്ളതാണ്. കെയ്ൻസ് പറഞ്ഞു വെച്ചത് ഇൻവെസ്റ്റ്മെന്റും ഇൻകവും അല്ലെങ്കിൽ ഔട്ട്പുട്ടും തമ്മിലുള്ള കോറിലേഷൻ ആണെന്നുള്ളതാണ്. അത് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേനും മോർ ദാൻ പ്രൊപ്പോർഷണൽ ഔട്ട്പുട്ടിൽ എൻഹാൻസ്മെന്റ് ഉണ്ടാവും. അതാണ് ദ റിയൽ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഇവിടെ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ്, ഒരു ഗിവൺ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് മാഗ്നിറ്റ്യൂഡിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷൻ ആയിരിക്കും അതുണ്ടാകാവുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിരിക്കുകയാണ്. സി, കെയ്ൻസ് എംപ്ലോയ്മെന്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഔട്ട്പുട്ട് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ലേബേഴ്സ് ആണ്. അതല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടുള്ളൂ, ഔട്ട്പുട്ട് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പല പ്രാവശ്യം കടന്നു വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ്സ്, അതിന്റെ എക്കോണമിസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, ലിക്വിഡിറ്റി ട്രാപ്പ് ആണ്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് കെയ്നീഷ്യൻ എക്കണോമിക്സിലെ നമുക്ക്, അതായത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ്, ക്ലാസിക്കലും കെയ്നീഷ്യനും. അപ്പൊ ക്ലാസിക്കലും കെയ്നീഷ്യനും നമ്മൾ പറയുമ്പോൾ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ ഒരു മേജർ കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയും. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ബേസ് ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്രത്തോളം മോണിറ്ററി എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആ സ്പെസിഫിക് ലെവലിൽ നിന്ന് താഴേക്ക് വരില്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഒരു മോണിറ്ററി പോളിസി സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത്, കറക്റ്റ് പോകും. അതായത് ഒരു മോണിറ്ററി പോളിസി സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, എക്സ്പാൻഷൻ, മണി സപ്ലൈയുടെ എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എന്താണ്, എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും ജനറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് അവിടുത്തെ ചെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സ് എടുത്ത് കഴിയുമ്പോഴത്തേനും. ഓക്കെ. അതായത് ഒരു മോണിറ്ററി പോളിസി സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം, മോണിറ്ററി എക്സ്പാൻഷൻ ഉണ്ടാവുമ്പോൾ മണി സപ്ലൈ കൂടുമ്പോൾ, മോണിറ്ററി എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, മണി സപ്ലൈ കൂടുന്നു. ഓക്കെ. മണി സപ്ലൈ കൂടുമ്പോൾ ബേസിക്കലി അവിടെ എന്ത് സംഭവിക്കണം,
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയണം. മണി സപ്ലൈ കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റിനുള്ള ഇൻസെന്റീവ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടും. ഐ മീൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഔട്ട്പുട്ട് ജനറേഷനും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പം ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കണം? ഇൻട്രസ്റ്റ് സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. മണി സപ്ലൈയോട് ഇൻട്രസ്റ്റ് എന്തായിരിക്കണം? സെൻസിറ്റീവ് ആയിരിക്കണം. പക്ഷെ ലിക്വിഡിറ്റി ട്രാപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി സപ്ലൈയോട് എന്ത് സെൻസിറ്റീവ് അല്ല? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അല്ല. വിച്ച് മീൻസ് നിങ്ങൾ എത്രത്തോളം മണി സപ്ലൈ എക്കോണമിയിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്കോണമിയിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ്? മണി സപ്ലൈ എത്ര കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്കോണമിയിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് റേറ്റ് ഓഫ് മണി സപ്ലൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള കോറിലേഷൻ അവിടെ ഓൾമോസ്റ്റ് 0 ആണ്. മണി സപ്ലൈ കൂടുന്നതനുസരിച്ച് എന്ത് റെസ്പോണ്ട് ചെയ്യില്ല? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളതാണ്. യൂഷ്വലി നമുക്കറിയാം, നമ്മൾ ഈ ISLF ഫ്രെയിംവർക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ISLF ഫ്രെയിംവർക്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എപ്പോഴാണ് LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ചുമ്മാ ബേസിക്സ് ഒന്നും എടുത്തി. അതായത് LM കർവും IS കർവും, അതായത് ISLF ഫ്രെയിംവർക്കിൽ LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ LMSൽ അതിന്റെ നോട്ട്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞ്, എപ്പോഴാണ് എക്കണോമിക്സിൽ LM കർവ്, അതായത് മാക്രോ എക്കണോമിക്സ് എടുത്ത് കഴിയുമ്പോഴത്തേനും ISLF ഫ്രെയിംവർക്ക് ക്ലോസ്ഡ് എക്കോണമി മോഡൽ LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഒന്ന് പറഞ്ഞ്, LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി എപ്പോഴാണ്? ഒന്ന് കമന്റ് ചെയ്യാമോ? ISLF ഫ്രെയിംവർക്കിൽ LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. LM കർവിന്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴായിരിക്കും? ഒന്ന് പറയാൻ സാധിക്കാമോ? ചുമ്മാ ഒന്ന് കമന്റ് ചെയ്തേ. ഞാനിത് പറയുന്നത് ഈ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, എപ്പോഴായിരിക്കും? ആ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കും കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. സി, അപ്പം അടുത്ത എന്റെ പോയിന്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഹാർഡ്മാർ മോഡലിൽ നിന്ന് റെഗുലർ ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട്, സോളോ മോഡലിൽ നിന്ന് റെഗുലർ ആയിട്ട് ക്വസ്റ്റൻസ് ഉണ്ട്, 7 മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻസ് ഉണ്ട്. അതുപോലെ റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ISLF ഫ്രെയിംവർക്ക്. ISLM വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സും നോട്ട്സും അതിന്റെ ഷിഫ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. അപ്പം ISLM ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ നമുക്ക് സാധിക്കും. LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് വൺ ഓഫ് ദി പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മണി സപ്ലൈ കൂടുമ്പോഴാണ്. എന്താണ്? മണി സപ്ലൈ കൂടുമ്പോൾ LM കർവ് എന്താണ്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ലിക്വിഡിറ്റി ട്രാപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മണി സപ്ലൈ കൂടിയാലും എന്ത് സംഭവിക്കില്ല? LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കത്തില്ല. LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താലേ ആക്ച്വലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി ഇൻകം കൂടുകയുള്ളൂ. കേട്ടോ? ഓക്കെ, ഞാൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള 1-2 കോൺസെപ്റ്റുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഇമേജ് കണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഓക്കെ, സി, ഇത് ISLF ഫ്രെയിംവർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സംബന്ധിച്ചത് ദ കെനീഷ്യൻ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതാണ്? ക്ലാസിക്കൽ റേഞ്ച് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ് ഓഫ് ദി LM കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ കെനീഷ്യൻ റേഞ്ച് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സെഗ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ദ ക്ലാസിക്കൽ റേഞ്ച് ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ളതാണ്. ലിക്വിഡിറ്റി ട്രാപ്പ് ഇത് ഈ കാണുന്ന റീജൻ ആണ്. ഓക്കെ, ഇത് കണ്ടോ? ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? R1ൽ സ്റ്റക്ക് ആണ്. എന്താണ് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? R1ൽ സ്റ്റക്ക് ആണ്. നിങ്ങൾ ഇവിടെ എത്രത്തോളം മോണിറ്ററി എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ല. LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കെനീഷ്യൻ റേഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇന്റർമീഡിയറ്റ് റേഞ്ചിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. സി, ഇവിടെ നമുക്ക് ഇനീഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ IS കർവ് LM കർവിനെ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിലാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 ആണ്, ലെവൽ ഓഫ് ഇൻകം Y1 ആണ്. ഓക്കെ, ഇനിയിപ്പം മോണിറ്ററി എക്സ്പാൻഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? LM കർവ് ഇവിടുന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് ഇൻകം ഇവിടെ Y0യിൽ എന്തായിരിക്കും? സ്റ്റക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പിൽ മോണിറ്ററി പോളിസി എന്താണ്? ഇൻഎഫക്റ്റീവ് ആണ്. അതാണ് നമ്മുടെ പോയിന്റ്. കെനീഷ്യൻ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ലിക്വിഡിറ്റി ട്രാപ്പിൽ മോണിറ്ററി പോളിസി കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആണ്. എന്തുകൊണ്ട് ഇൻഎഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് കണ്ടോ? ഈ LM കർവ് യൂഷ്വൽ കേസിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് മണി സപ്ലൈ കൂടുമ്പോൾ. പക്ഷെ ഇവിടെ LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല, ഒറിജിനൽ പൊസിഷനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1ൽ സ്റ്റക്ക് ആണ്. അതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസി ഉപയോഗിച്ചാണ് ഇവിടെ ലെവൽ ഓഫ് ഇൻകം Y1ൽ നിന്ന് കൂട്ടാണ്ട് സാധിക്കത്തില്ല. പിന്നെ ഇവിടെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
IS കർവ്, അതായത് ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചുകൊണ്ട്. ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ രണ്ട് ടൂളാണ്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ടാക്സ് കുറയ്ക്കാം, അതല്ലെങ്കിൽ നമുക്ക് മണി ഈ പറഞ്ഞ രീതിയിലേക്കുള്ള പബ്ലിക് സ്പെൻഡിങ് കൂട്ടാം. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയോ ടാക്സ് കുറയ്ക്കുകയോ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഷിഫ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പുതിയ ഇക്വലിബ്രിയം പൊസിഷൻ Y2-ലാണ്. ബട്ട് ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലെവൽ ഓഫ് ഇൻകം നമുക്ക് കൂട്ടാൻ സാധിക്കും. IS കർവ് IS1 നിന്ന് 2-ലേക്ക് നമ്മൾ ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കുകയോ സ്പെൻഡിങ് കൂട്ടുകയോ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മുടെ പോയിന്റ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ലിക്വിഡിറ്റി ട്രാപ്പ്, അതിലേക്കാണ് നമുക്ക് അതവിടെ വരേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെയ്നീഷ്യൻ ലിക്വിഡിറ്റി ട്രാപ്പിന്റെ മേജർ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോണിറ്ററി പോളിസി കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആണ്. ഫിസിക്കൽ പോളിസിയാണ് അവിടെ എന്താവുന്നത്, എഫക്റ്റീവ് ആകുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, മോണിറ്ററി എക്സ്പാൻഷൻ വരുമ്പോൾ ഒരു കാരണവശാലും കെയ്നീഷ്യൻ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ലിക്വിഡിറ്റി ട്രാപ്പ് റീജിയനിൽ എല്ലാം കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് ഇൻകം എക്സാക്ട്ലി കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ പിന്നീട് ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചുകൊണ്ട് IS കർവിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ്. ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചുകൊണ്ട് IS കർവിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡിങ് കൂട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇപ്പോഴത്തെ ബേസിക് പോയിന്റ്, ലിക്വിഡിറ്റി ട്രാപ്പ് ഏരിയാസ് പഠിച്ചു വരുമ്പോൾ IS-ൽ റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അടുത്ത ദിവസം ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുതരാം. അപ്പൊ നിങ്ങളൊരു ബേസ് വർക്കായിട്ട് അതൊന്ന് ചെയ്ത് വെച്ചോണം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. ഓക്കെ, സോ ഏത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നൊരു പോയിന്റ് പറയുമ്പോൾ അവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നു. എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ്, എന്താണ് ഇതിന്റെ മീനിങ്, ആൻഡ് ദെൻ ISLM ഫ്രെയിം വർക്കുമായിട്ട് ഇതിന്റെ കണക്ഷൻസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കേണ്ടതുണ്ട് എന്നതാണ്. ഇവിടെ ബേസ് മീനിങ് ആയിട്ട് ഏറ്റവും മനസ്സിലാക്കി വെക്കുക, മോണിറ്ററി പോളിസി കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആയിരിക്കും. അതല്ലെങ്കിൽ അവിടെ നമ്മളെ സംബന്ധിച്ച് എല്ലാം കർവിന്റെ ഷേപ്പ് എടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി അവിടെ എന്തായിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അങ്ങനത്തെ കുറേ പോയിന്റുകൾ അവിടെ ഉണ്ട് എന്നാണ് ലിക്വിഡിറ്റി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ചെയ്യേണ്ട ഒരു കാര്യം, ISLM ഫ്രെയിം വർക്കിൽ ഷിഫ്റ്റ് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചോണം. IS കർവിന്റെയും LM കർവിന്റെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് LMS നോട്ട്സ് അവൈലബിൾ ആണെന്നുള്ളതാണ്. അടുത്ത എടുത്തു നോക്കി, ന്യൂട്രാലിറ്റി ഓഫ് മണി. അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്. ഈ ന്യൂട്രാലിറ്റി ഓഫ് മണി നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ന്യൂട്രാലിറ്റി ഓഫ് മണി, ന്യൂട്രാലിറ്റി ഓഫ് മണി എവിടെ കേട്ടിട്ടുള്ളത് പറഞ്ഞേ. സി, ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? ക്ലാസിക്കൽ ഡൈക്കോട്ടമി, റെസ്പോണ്ട് ചെയ്തേ. ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? എസ് ഓർ നോ? ആരെയിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ നമുക്കത് കുറച്ച്, ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കോൺസെപ്റ്റ് ആണ്. സെറ്റിന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമിനൽ സെക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നെവർ എവർ ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് റിയൽ സെക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മണി സപ്ലൈ പോലെയുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റ് പോലുള്ള റിയൽ സൈഡ് ഓഫ് എക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ബേസിക്കലി അത് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞത്. അപ്പൊ ക്ലാസിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? അപ്പം ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ക്ലാസിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ അവിടെ ഉള്ളത്? അതേപോലെ തന്നെ കെയ്നീഷ്യൻ സിസ്റ്റം എടുത്തു കഴിയുമ്പോൾ നമ്മളവിടെ പറയുന്നത് ഇന്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ എന്താണ്? ഡൈക്കോട്ടമി അല്ല. ക്ലാസിക്കൽ സിസ്റ്റം ആണെങ്കിൽ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയാണ്. കെയ്നീഷ്യൻ സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്താണ്? കെയ്നീഷ്യൻ ഇന്റഗ്രേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കെയ്നീഷ്യൻ സിസ്റ്റം പറയുന്നത് നോമിനൽ സൈഡിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ മണി സപ്ലൈ പോലെയുള്ള നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോലുള്ള ചേഞ്ചസ് എക്കോണമിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് റിയൽ സെക്ടേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് എവിടെ പറയുന്നത്? കെയ്നീഷ്യൻ എക്കണോമിക്സിൽ പറയുന്നത്. അപ്പൊ എന്താണ് ആ പറയുന്ന ഒരു ഫോംസ്? ഇന്റഗ്രേഷൻ ആണ്. എന്താണ്? ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ ഒരിടത്ത് ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്, വേറൊരിടത്ത് എന്താണ്? നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്. ഓക്കെ, ഈ ഗോഡിൻ ഏത് രണ്ട് സിസ്റ്റവും നമ്മൾ കമ്പയർ ചെയ്യുന്നത് പറഞ്ഞ്, ക്ലാസിക്കൽ സിസ്റ്റവും കെയ്നീഷ്യൻ സിസ്റ്റവും. അപ്പൊ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? നോമിനൽ സെക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരു കാരണവശാലും റിയൽ സെക്ടേഴ്സ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ, ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ന്യൂട്രാലിറ്റി ആണോ നോൺ ന്യൂട്രാലിറ്റി ആണോ മണിയുടെ? അതായത് ക്ലാസിക്കൽ ഡൈക്കോട്ടമി പറയുന്നത് നോമിനൽ സെക്ടേഴ്സ് റിയൽ സെക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നല്ലേ പറയുന്നത്. നോമിനൽ സെക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് മണി സപ്ലൈയിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരു കാരണവശാലും റിയൽ സെക്ടേഴ്സ് ആയിട്ടുള്ള ഏതിനെ, എംപ്ലോയ്മെന്റിനെയും ഔട്ട്പുട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നാണ് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ പറയുന്നത്. ശരിയല്ല? ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ ഡൈക്കോട്ടമി. അപ്പൊ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത് ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ എന്ന് പറഞ്ഞ്. ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത് ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണോ?
ഒന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേ. ദാറ്റ്സ് ന്യൂട്രാലിറ്റി. കേട്ടോ? അതായത് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, മണി സപ്ലൈ അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അവിടെ ന്യൂട്രൽ ആണ്. അവിടെ അതിന് ഔട്ട്പുട്ടിലും എംപ്ലോയ്മെന്റിലും എന്തില്ല, യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അപ്പം ന്യൂട്രാലിറ്റി ഓഫ് മണി സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്ന എക്സാക്ട്ലി ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പറയേണ്ടത്. കണ്ടോ? ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഏത് കോൺസെപ്റ്റ് ആണ്? ഏത് കോൺസെപ്റ്റ് ആണ്? ദ ക്ലാസിക്കൽ കോൺസെപ്റ്റ് ആണ്. കേട്ടോ? ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് വെച്ചാൽ ഏതാണ്? ക്ലാസിക്കൽ കോൺസെപ്റ്റ് ആണ്. നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ് ഏത് കോൺസെപ്റ്റ്? ദ കെനീഷ്യൻ കോൺസെപ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയെ വേറെ തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഇന്റഗ്രേഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് കൊണ്ട് കണക്ട് ചെയ്യുന്നത് ഏതാണ്? ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ ഏതാണ്? ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്. ഇന്റഗ്രേഷൻ ഓഫ് കെനീഷ്യൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്. അപ്പൊ ക്ലാസിക്കൽസ് പറയുന്നു നോമിനൽ സൈഡിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിയൽ സൈഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ദാറ്റ്സ് ദി ക്ലാസിക്കൽ ഡൈക്കോട്ടമി. ദാറ്റ്സ് ദി ന്യൂട്രാലിറ്റി ഓഫ് മണി. ഓക്കെ. അറ്റ് ദ സെയിം ടൈം കെയ്ൻസ് പറയുന്നു ദർ ഇസ് ഇന്റഗ്രേഷൻ വിച്ച് മീൻസ് മണി സൈഡിൽ, അതായത് നോമിനൽ സൈഡിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഉറപ്പായിട്ടും എന്തിനെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേതാണ്? ഇന്റഗ്രേഷൻ എന്നാണ് അതിന് പറയുന്നത്. അതേതാണ്? നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്. അപ്പൊ ന്യൂട്രാലിറ്റി ഓഫ് മണി, നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുമ്പോൾ ഇനി കറക്റ്റ് ആയിട്ട് ഓർത്തിരുന്നോണം ഏതൊക്കെയാണ്? ക്ലാസിക്കൽ ഡൈക്കോട്ടമിയും കെനീഷ്യൻ ഇന്റഗ്രേഷനുമാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി, നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി. ആ ബേസിക് കോൺസെപ്റ്റ് ആദ്യമായിട്ടൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി കിട്ടിയോ? അപ്പൊ ഇനി മുതൽ ന്യൂട്രാലിറ്റി ഓഫ് മണി, നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് കണക്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ക്ലാസിക്കൽ കെനീഷ്യൻ ബേസിക് സിസ്റ്റം ആണെന്നുള്ള കാര്യം അവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. എന്ന് മാത്രമല്ല, ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രാലിറ്റി ആണ്. കെനീഷ്യൻ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി ആണ്. ക്ലിയർ ആണ് ആ ഒരു കോൺസെപ്റ്റ്? ആണോ? ഓക്കെ. ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ക്ലാസിക്കൽ ഡൈക്കോട്ടമിയിൽ നിന്നും അതേപോലെ തന്നെ എവിടെ നിന്നും ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, കെനീഷ്യൻ ഇന്റഗ്രേഷനിൽ നിന്നും നമുക്ക് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേട്ടോ? പ്രീവിയസ് ക്വസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് എടുത്ത് നോക്കണം. ഇനി നമുക്കിത് കണ്ടോ ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കോൺസെപ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റൻസ് അല്ല, ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടോ ഞാൻ ഈ നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നൊരു പോയിന്റിൽ വെച്ചോടെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി ഡിസ്കസ് ചെയ്തു, ക്ലാസിക്കൽ സിസ്റ്റം ഡിസ്കസ് ചെയ്തു, കെനീഷ്യൻ സിസ്റ്റം ഡിസ്കസ് ചെയ്തു. ക്ലാസിക്കൽ സിസ്റ്റമായ ഡൈക്കോട്ടമിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കെനീഷ്യൻ സിസ്റ്റം ആയിട്ടുള്ള ഏതാ പറഞ്ഞിരിക്കുന്നത്? ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇവിടെ എടുത്ത് നോക്കുക, ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ക്ലാസിക്കൽസ് എന്നൊന്നും അല്ല ഇവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിൽ നമുക്ക് എന്തുണ്ട്? ഒരു ഓപ്ഷൻ ഉണ്ട്, എക്കോണമിസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യണം. അപ്പൊ നേരിട്ട് ക്ലാസിക്കൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രാലിറ്റി ഓഫ് മണി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്ലാസിക്കൽ സിസ്റ്റം ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരാണ്? പാറ്റിൻകിൻ. അതേ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഐഡിയ ദാറ്റ് ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈ ഓൺലി അഫക്ട് ദി നോമിനൽ വേരിയബിൾസ് നോട്ട് ദി റിയൽ വേരിയബിൾസ്. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. അതായത് നോമിനൽ ഫാക്ടേഴ്സിൽ മണി സപ്ലൈ പോലുള്ള നോമിനൽ ഫാക്ടേഴ്സ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് പോലുള്ള റിയൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ക്ലാസിക്കൽ ഡൈക്കോട്ടമിയാണ്. അതിനെ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്കോണമിസ്റ്റിന്റെ പേരെടുക്കും നമുക്ക് ഏതാണ്? പാറ്റിൻകിൻ ആണെന്നുള്ളതാണ്. അടുത്ത ഏതാണ് നമുക്ക്? ദ പോർട്ട്ഫോളിയോ തിയറി ഓഫ് അസറ്റ് ഹോൾഡിംഗ്. പോർട്ട്ഫോളിയോ തിയറി ഓഫ് അസറ്റ് ഹോൾഡിംഗ്. സി, ഇപ്പൊ ഇവിടെ എടുത്തു നോക്കുക. ഈ പോർട്ട്ഫോളിയോ തിയറി ഓഫ് അസറ്റ് ഹോൾഡിംഗ് എന്ന് പറയുന്നതിനും നമ്മുടെ ഏത് സിലബസ് പോർഷനിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? പോർട്ട്ഫോളിയോ തിയറി ഓഫ് അസറ്റ് ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് സിലബസ് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. പോർട്ട്ഫോളിയോ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് സിലബസ് പോർഷനിൽ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ സെറ്റ് ചെയ്തേക്കണേ. ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് ഇവിടെ. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട്. അതിൽ തന്നെ ഒരു ബേസിക് അവയർനെസ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആ കോൺസെപ്റ്റ്, അതായത് ഏതാണ് ആ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഇവിടെ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട്. എക്സാക്ട്ലി ഏതാണ്? ഡിമാൻഡ് ഫോർ മണിയാണ്. അതായത് ഡിമാൻഡ് ഫോർ മണിയെ നമുക്ക് എങ്ങനെ തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. ഏതാ? ഡിമാൻഡ് ഫോർ മണി തിയറീസ് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാ ഒന്ന് പറഞ്ഞ്? ഡിമാൻഡ് ഫോർ മണിയുടെ 3 വെർഷൻസ് ഏതൊക്കെയാ? ഒന്ന് മെൻഷൻ ചെയ്തേ. ഡിമാൻഡ് ഫോർ മണിയുടെ 3 വെർഷൻസ് ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞ്. ഡിമാൻഡ് ഫോർ മണിയുടെ 3 വെർഷൻസ് ഏതൊക്കെയാ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? ഓഡിബിൾ അല്ലേ കറക്റ്റ് ആയിട്ട്? ഞാൻ ആ മൈക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഒന്ന് മെൻഷൻ ചെയ്യൂ ആരെങ്കിലും. ഓക്കെ, ആണ്. അപ്പൊ പറഞ്ഞ് ഡിമാൻഡ് ഫോർ മണിയുടെ 3 വെർഷൻസ് ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞു. ഡിമാൻഡ് ഫോർ മണിയുടെ 3 വെർഷൻസ് ഏതൊക്കെയാ? ഡിമാൻഡ് ഫോർ മണിയുടെ 3 വെർഷൻസ് ഏതൊക്കെയാ? ഡിമാൻഡ് ഫോർ മണിയുടെ 3 വെർഷൻസ് ഏതൊക്കെയാ? ക്ലാസിക്കൽ, കെനീഷ്യൻ ആൻഡ് പോസ്റ്റ് കെനീഷ്യൻ. ഏതാണ്? ഡിമാൻഡ് ഫോർ മണിക്ക് 3 വെർഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ ഉണ്ട്, കെനീഷ്യൻ ഉണ്ട്,
പോസ്റ്റ് കെയ്നീഷ്യൻ ഉണ്ട്. ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, ക്ലാസിക്കൽസിന് സെപ്പറേറ്റ് ആയിട്ട് ഡിമാൻഡ് ഫോർ മണി തിയറി ഒന്നുമില്ല. പക്ഷെ അവിടെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഹറന്റ് ആണ് അവിടെ ഏത് തിയറിയിൽ, ക്വാണ്ടിറ്റി തിയറി ഉണ്ട്. നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഫിഷേഴ്സ് വർഷനിൽ നിന്ന് സെറ്റ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. MB=PT എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇക്വേഷൻ ഒക്കെ നിങ്ങളോട് കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം ക്ലാസിക്കൽസിന് സെപ്പറേറ്റ് ഡിമാൻഡ് ഫോർ മണി തിയറി ഒന്നുമില്ല. എന്നാൽ അവരുടെ ഏതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചും ക്യാഷ് ബാലൻസ് അപ്രോച്ചും പോലുള്ള ബേസിക് ക്വാണ്ടിറ്റി തിയറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി തിയറിയാണ് നമുക്ക് UGC ഈ പറഞ്ഞ സെറ്റ് എക്സാമിന്, UGC അല്ല അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റുകൾ ചോദിച്ചു കാണുന്ന ഒരു ബേസിക് ഏരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടിറ്റി തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ക്വസ്റ്റ്യൻ നേരിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഫോംസിൽ എക്കോണമിസ്റ്റുകളെ തിരിച്ചറിയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവൻ ഫിഷർ അല്ലെ, ഫിഷറുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇതിൽ ഏത് കോൺസെപ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ മണിയുടെ എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തിയറി എടുത്ത് കഴിയുമ്പോഴും MB=PT എന്ന് വെച്ചാൽ ആ ഇക്വേഷന്റെ മീനിങ് എന്താണ്, അത് എവിടെയാണ് മാച്ച് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിലേക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ക്വാണ്ടിറ്റി തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വാണ്ടിറ്റി തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതാണ് ക്ലാസിക്കൽ ഡിമാൻഡ് ഫോർ മണിയാണ്. അടുത്തത് ഏതാണ്, കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയാണ്. കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയുടെ 3 ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞ്, കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയുടെ 3 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എല്ലാവർക്കും അറിയാം. കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയുടെ 3 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി ട്രാൻസാക്ഷൻ, പ്രിക്കോഷൻ ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അല്ലെ. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയും ഇൻകത്തിന്റെ ഡയറക്റ്റ് ഫംഗ്ഷൻ ആണ്. അതായത് ഇൻകം കൂടുമ്പോൾ ട്രാൻസാക്ഷൻ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി കൂടുമെന്നാണ് കെയ്ൻസ് പറയുന്നത് അല്ലെ. സോ അപ്പം ട്രാൻസാക്ഷൻ ആൻഡ് ദി പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻകം. അതാണ് കെയ്നീഷ്യൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഏതാണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ്. കെയ്നീഷ്യൻ കോൺസെപ്റ്റ് എന്താണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് വാട്ട്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്? പറ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ശരിയല്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതാണ് ഇത് കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി. ക്ലാസിക്കൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോഴത്തേനും ക്വാണ്ടിറ്റി തിയറി, കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോഴത്തേനും ട്രാൻസാക്ഷൻ, പ്രിക്കോഷൻ ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇനിയാണ് പോസ്റ്റ് കെയ്നീഷ്യൻ വരുന്നത്. ഈ പോസ്റ്റ് കെയ്നീഷ്യൻ വരുമ്പോഴാണ് നമ്മൾ ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ടോബിൻ പോലുള്ള മോഡൽസ്, അതുപോലെ തന്നെ ഫ്രീഡ്മാൻ പോലുള്ള മോഡൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏത് വരുമ്പോഴാണ്, പോസ്റ്റ് കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി വരുമ്പോഴാണ്. ഓക്കെ, പോർട്ട്ഫോളിയോ അസറ്റ് അതേപോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അത്രത്തോളം വൈസ് ഡിസിഷൻ ആയിരിക്കില്ല. ഒരു പോർട്ട്ഫോളിയോ തീരുമാനിച്ച് അവിടെ എല്ലാം മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അഡ്വാൻറ്റേജ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ബിസിനസിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, ഏതാ പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ എല്ലാ എഗ്സും ഒരേ ട്രെയിൽ കീപ്പ് ചെയ്യില്ലെന്ന് പറയില്ലേ. എന്താണ്, നിങ്ങളുടെ കൈവശം ഇപ്പം ഒരു 10 eggs ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ട്രേയിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രേ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിപ്പോകും. ശരിയല്ലേ? അതേപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റും എന്ന് പറഞ്ഞിരിക്കുന്നത്. പോർട്ട്ഫോളിയോ വേണം. നിങ്ങൾ ഒരു സെഗ്മെന്റിൽ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കൈവശമുള്ളത് ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഗ്മെന്റ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു കൊളാപ്സ് ഉണ്ടാവും. എന്നാൽ നിങ്ങൾ പോർട്ട്ഫോളിയോ തിരിച്ച് നിങ്ങളുടെ ഇൻകത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ ഏതാ പറഞ്ഞിരിക്കുന്നത് ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ നിശ്ചിത ശതമാനം നിങ്ങൾ ഏതാ പറഞ്ഞിരിക്കുന്നത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സേഫ് ആണ്. അങ്ങനെ ആയിരിക്കും ഒരു മോഡേൺ ഇൻവെസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫോമാണ് നമ്മളവിടെ കാണുന്നത്, പോസ്റ്റ് കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയിൽ കാണുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ജെയിംസ് ടോബിൻ പോലെയുള്ള, അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള നമ്മുടെ ഏതാണ് ഫ്രീഡ്മാൻ പോലുള്ള ആൾക്കാരുടെയൊക്കെ തിയറീസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്ത ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന്. അതിൽ ഒന്നിലെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള നമ്മളോട് ഏതാണ് പോർട്ട്ഫോളിയോ തിയറി ഓഫ് അസറ്റ് ഹോൾഡിംഗ്. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്തെല്ലാം വർക്ക് ചെയ്യണം, ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി, കെയ്നീഷ്യൻ ട്രാൻസാക്ഷൻ പ്രിക്കോഷൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് ദെൻ പോസ്റ്റ് കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയുടെ എല്ലാ വെർഷൻസും നമുക്ക് അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ ഇതേ ഈ ഒരു കോൺസെപ്റ്റ്സ് ഇത്രയും കാര്യങ്ങൾ 4 നിങ്ങൾ അവിടെ എന്ത് ചെയ്തെടുത്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പൊ ഞാനിവിടെ കുറെ ഇൻസൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മൾട്ടിപ്ലർ എന്ന് പറയുമ്പോൾ
കെയ്ൻസും ഒരേപോലെ തന്നെ ആർ എഫ് ഖാനും കണക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്താണ്, എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മൾട്ടിപ്ലയർ എന്ന് മാത്രമേ ഉള്ളൂ, കൂടെ ഓപ്ഷൻസിൽ എന്തുകൂടെ ഉണ്ട്, ലിക്വിഡിറ്റി ട്രാപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു ഗിവൺ സിറ്റുവേഷൻ വരുമ്പോൾ കെയ്ൻസിനെ ലിക്വിഡിറ്റി ട്രാപ്പിന്റെ കൂടെയും എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ അല്ല, വെറും മൾട്ടിപ്ലയർ ആണെങ്കിൽ പോലും ഇവിടെ ഗ്യാങ്ങിനെ നമുക്ക് ഏതുമായിട്ട് മൾട്ടിപ്ലയർ ആയിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ നമുക്ക് അവിടെ സാധിക്കും. ന്യൂട്രാലിറ്റി ഓഫ് മണിയും നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയും നമ്മൾ അവിടെ പഠിച്ചു. അത് ക്ലാസിക്കൽ കെനീഷ്യൻ സിസ്റ്റം ആണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ എന്താണ്, ഇപ്പം എന്താണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് നമ്മൾ പഠിച്ചു. അതാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് നമ്മളവിടെ കണ്ടു. ആൻഡ് ദെൻ എന്താണ് കെനീഷ്യൻ ഇന്റഗ്രേഷൻ നമ്മളവിടെ പഠിച്ചു. അതാണ് ആക്ച്വലി ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഏത് ന്യൂട്രാലിറ്റി നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കണ്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കോൺസെപ്റ്റുകളോട് നമ്മളവിടെ പഠിച്ചു പോകുമ്പോഴാണ് നമ്മളെ സിലബസ് പ്രിപ്പറേഷൻസ് നമുക്ക് അവിടെ എന്താവുന്നത് വ്യക്തമാണ്. ഇപ്പൊ കണ്ടു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പം ഒരൊറ്റ പർട്ടിക്കുലർ കോൺസെപ്റ്റ് അല്ല നമ്മൾ അവിടെ നിന്ന് പോയി. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റിനിൽ തന്നെ കണ്ടു നമ്മൾ എന്തൊക്കെയാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറും അതേപോലെ തന്നെ വെറും മൾട്ടിപ്ലയറും ആൻഡ് ദെൻ ലിക്വിഡിറ്റി ട്രാപ്പും വരുമ്പോൾ കെയ്ൻസും ഈ പറഞ്ഞിരിക്കുന്ന ആർ എഫ് ഖാനും നമ്മൾ എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അത് നമുക്ക് പല പ്രാവശ്യം അവിടെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് ന്യൂട്രാലിറ്റി ഓഫ് മണി, എന്താണ് നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി, എന്താണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി, എന്താണ് കെനീഷ്യൻ ഇന്റഗ്രേഷൻ. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഡിമാൻഡ് ഫോർ മണിക്ക് 3 വെർഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റി തിയറി എന്ന് പറയുന്നത് ക്ലാസിക്കൽ വെർഷൻ, ആൻഡ് ദെൻ ദി ഡിമാൻഡ് ഫോർ മണിയുടെ കെനീഷ്യൻ വെർഷൻ, ആൻഡ് ദെൻ ദി പോസ്റ്റ് കെനീഷ്യൻ വെർഷൻ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി പോകുമ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു ഒറ്റ എക്സാമിൽ 3-4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കവിടെ കിട്ടാൻ പോകുന്നത്. ആൻഡ് ദെൻ സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നേരിട്ട് ചോദിക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി അല്ല അവർ ചോദിക്കുന്നത്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസർഷൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും അതായത് ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആയിട്ടുള്ള സെറ്റ് എക്സാമിൽ ഇല്ല. UGC നെറ്റിനൊന്നും ചോദിക്കുന്ന പോലെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്ത് പോകാൻ പറ്റും, സ്കോർ ചെയ്ത് പോകാണ്ട് പറ്റും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ട കോറിലേറ്റഡ് കോൺസെപ്റ്റുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ചെയ്യാം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ചുമ്മാ അതിന്റെ ആൻസറൊക്കെ അങ്ങ് നോക്കിയിട്ട് പോകുന്നൊരു മെത്തേഡാണ്. അങ്ങനെ നോക്കിയാൽ ഒരിക്കലും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അത് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഓപ്ഷൻസും അതിനോട് കോറിലേറ്റ് ചെയ്ത് പോകുന്ന അതിന്റെ സൈഡിൽ നിൽക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. ഈ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഒരു മെത്തേഡ് ഹൗ ടു ലേൺ എന്നൂടെയാണ് കേട്ടോ. എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷനിൽ പരമാവധി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഇത് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. എനിവേ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളവിടെ കണ്ടതാണ് അല്ലേ. സോ അപ്പൊ ഇതുകൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ആ ക്വസ്റ്റിന്റെ ഫൈനൽ കൺക്ലൂഷൻ ആണ് ഇവിടെ. ഓക്കെ. സോ അപ്പൊ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ഗാൻ ആണ്, ലിക്വിഡിറ്റി ട്രാപ്പ് കെയ്ൻസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ISLF ഫ്രെയിംവർക്ക് അടക്കം ഞാൻ അവിടെ പറഞ്ഞു തന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ലിക്വിഡിറ്റി ട്രാപ്പിൽ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് നമ്മളവിടെ കണ്ടതാണ്. ന്യൂട്രാലിറ്റി ഓഫ് മണി, നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി, ക്ലാസിക്കൽ ഡൈക്കോട്ടമി, കെനീഷ്യൻ ഇന്റഗ്രേഷൻ നമ്മളവിടെ കണ്ടു കഴിഞ്ഞു. ആൻഡ് ദെൻ ഇതിന്റെ കൂടെ ഏതൊക്കെയാണ് ജോബിനാണ് അവിടെ വരുന്നത്, പോസ്റ്റ് കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്ന അടുത്ത സൈഡിൽ നമ്മൾ ക്ലാസിക്കൽ ഡിമാൻഡ് ഫോർ മണിയും കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയും ബേസിക് ആയിട്ട് എന്താണെന്നുള്ളത് നമ്മളവിടെ നോക്കുകയും ചെയ്തു കേട്ടോ. സോ ഈ രീതിയിലേക്ക് നിങ്ങളവിടെ വർക്ക് ചെയ്യുക. അപ്പൊ ക്വസ്റ്റൻ നമ്മൾ സോൾവ് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിന്റെ ഓപ്ഷൻ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് എന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഞാനത് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ അതിന്റെ കോറിലേറ്റഡ് കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക.